കൃഷ്ണപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് സിപിഎമ്മിലേക്ക് എത്തിയവർക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സ്വീകരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. കൃഷ്ണപുരത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും സിപിഎമ്മിൽ ചേർന്ന പ്രവർത്തകർക്ക് സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. സിപി ഭരണിക്കാവ് മുൻ മണ്ഡലം സെക്രട്ടറി വി പ്രശാന്ത്, മുൻ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം മഞ്ഞാടിത്തറ വിജയൻ, മുൻ മണ്ഡലം കമ്മിറ്റി അംഗം കെ സുധാകരൻ കിവീസ്, മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ രാജീവ് കുമാർ എന്നിവരടക്കം 24 പേരും BJP, PDP എന്നീ പാർട്ടികളിൽ നിന്നുള്ള 20-ലധികം പ്രവർത്തകരുമാണ് സിപിഎമ്മിൽ ചേർന്നതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു. സ്വീകരണ സമ്മേളനം സിപിഎം ജില്ലാ സെക്രട്ടറി ആർ നാസർ ഉദ്ഘാടനം ചെയ്തു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർസിൻ്റെ ഒരു പ്രത്യേകത ജനങ്ങളുടെ ഇടയിലാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് ജനങ്ങളിൽ നിന്ന് കാര്യങ്ങൾ പഠിച്ച് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി ഇന്ന് ഈ കേരളത്തിലുണ്ടെങ്കിൽ അത് ഏക കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടിയായിട്ടുള്ള CPM ആണ്. CPM ആ രൂപത്തിലാണ് പ്രവർത്തിച്ച് പോന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏത് പ്രശ്നങ്ങളും നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ജനങ്ങളിൽ നിന്ന് പഠിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ആ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസൃതമായിട്ടാണ് നാം പ്രവർത്തിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ പ്രവർത്തിച്ച് പോകുന്നത്. അതുകൊണ്ടാണ് ജനങ്ങളുടെ പിന്തുണ. നമ്മൾ എപ്പോൾ ജനങ്ങളെന്ന് ഒറ്റപ്പെടുന്നു അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അതിൻ്റെ ഇടപാട് തീരും. അതുകൊണ്ട് തന്നെ ജനങ്ങളെ വിട്ടൊരു കളിയില്ല. ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക, ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ളതാണ്. അങ്ങനെ ജനങ്ങൾ വിട്ടുപോയാൽ എന്ത് സംഭവിക്കും എന്നുള്ളതാണ് നമ്മൾ പശ്ചിമ ബംഗാളിൽ കണ്ടത്, അല്ലേ? പശ്ചിമ ബംഗാളിൽ കണ്ടത് അങ്ങനെയാണ്. കാരണം എന്ന് വെച്ചാൽ ജനങ്ങൾ 10-32 വർഷക്കാലം തുടർച്ചയായി നാം അവിടെ ഭരിച്ചപ്പോൾ ആ ഭരണത്തിൻ്റെ ഫലമായി ഒരു മധ്യ വിഭാഗം ഉടലെടുത്ത് വന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും വന്നു. അവരെല്ലാം പാർട്ടിയുടെ മുഖങ്ങളായി രൂപപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ മുഖങ്ങൾ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന മുഖങ്ങളായി ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ അകന്നുപോയി കഴിഞ്ഞപ്പോൾ പിന്നെ പാർട്ടിയുടെ കഥ കഴിഞ്ഞില്ലേ. കഴിഞ്ഞ 10-15 വർഷമായിട്ട് അതുകൊണ്ടാണ് ബംഗാളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അന്നുണ്ടായ ആ കളങ്കം കഴുകിക്കളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശരിയായ രൂപത്തിൽ ജനങ്ങളിടയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് വരാൻ വേണ്ടി ശ്രമം നടക്കുന്നു. പഞ്ചായത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി സഖാവ് നൗഷാദ്, CPI പഞ്ചായത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സഖാവ് ഷിജു, ഏരിയ സെന്റർ അംഗം S നസീം അധ്യക്ഷനായി. അഡ്വക്കേറ്റ് KH ബാബുജാൻ, A മഹേന്ദ്രൻ, P ഗാനകുമാർ, U പ്രതിഭ MLA, കോശി അലക്സ്, ഷെയ്ഖ് P ഹാരിസ്, B അബിൻ ഷാ, M നസീർ, I റഫീഖ്, MV ശ്യാം, സാബു വാസുദേവൻ, G രാഹുൽ, V പ്രശാന്ത് എന്നിവർ സംസാരിച്ചു. CD നെറ്റ് ന്യൂസ്, കായംകുളം.